നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഭിക്ഷയാചിച്ച് മൂവാറ്റുപുഴയിലെ ആശാപ്രവർത്തകർ മാസങ്ങളായി മുടങ്ങിയ ഓണറേറിയവും ഇൻസെന്റീവും ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ആശാപ്രവർത്തകർ ഭിക്ഷയാചിച്ച് തെരുവിലിറങ്ങിയത്. റോഡിൽ ഭിക്ഷയാചിച്ച് മൂവാറ്റുപുഴയിലെ ആശാപ്രവർത്തകർ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. 3 മാസമായി ഓണറേറിയം മുടങ്ങിയിട്ടെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും ആരോപിച്ചാണ് ഭിക്ഷയാചന സമരവുമായി മൂവാറ്റുപുഴയിലെ ആശാ വർക്കർമാർ തെരുവിൽ ഇറങ്ങിയത്. 8 പഞ്ചായത്തും നഗരസഭയും ഉൾപ്പെടുന്ന മൂവാറ്റുപുഴ മണ്ഡലത്തിലെ പണ്ടപ്പള്ളി ബ്ലോക്കിന് കീഴിലുള്ള 131 ആശാപ്രവർത്തകരാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഭിക്ഷയാചിക്കൽ സമരവുമായി എത്തിയത്. വഴി യാത്രക്കാരിൽ നിന്നും വാഹന യാത്രക്കാരിൽ നിന്നും സംഭാവന തേടി കക്ഷിരാഷ്ട്രീയമില്ലാതെയാണ് പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. ആശമാരെ പിരിച്ചുവിടാനുള്ള മാർച്ച് 2 ഉത്തരവ് പിൻവലിക്കുക. 2 മാസമായി ഓണറേറിയവും 3 മാസമായി ഇൻസെന്റീവും ലഭിക്കുന്നില്ലെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും പറഞ്ഞാണ് ആശാപ്രവർത്തകർ പ്ലക്കാർഡുമേന്തി ബക്കറ്റുമായി രംഗത്തെത്തിയത്. പ്രതിഷേധിച്ചാൽ മാത്രമാണ് തുക ലഭിക്കുന്നതെന്നും മരണം വരെ സമരം ചെയ്യാനാണ് തീരുമാനമെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു. ഞങ്ങൾക്ക് 3 മാസത്തെ ഇൻസെൻറ്റീവും 2 മാസത്തെ ഓണറേറിയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾക്ക് ക്രിസ്മസ് ആയിട്ട് ന്യൂ ഇയർ ആയിട്ട് പോലും ഞങ്ങളുടെ മക്കൾക്ക് ഒരു കേക്ക് മേടിക്കാൻ പോലുള്ള പൈസ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. പകർച്ചവ്യാധികൾ വരുമ്പോൾ വീടാതിനെ കയറിയിറങ്ങി അവരെ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. 15 വർഷമായി ഞങ്ങൾ ആശാ വർക്കർമാരായിട്ട് സേവനം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഈ ജോലി ഉപേക്ഷിച്ച് വീട്ടുപണിക്ക് പോയ ആശാമാർ വരെയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഇപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത് ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളെല്ലാവരും ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു സൂചന പണിമുടക്കാണ്. എല്ലാ മാസവും 10-ാം തീയതിക്കുള്ളിൽ ഓണറേറിയം ലഭിക്കണമെന്ന നിയമം നടപ്പിലാക്കണമെന്നും ജോലി ചെയ്യുന്നതിന് ശമ്പളം തരാൻ സർക്കാർ തയ്യാറാകണമെന്നും ആശാപ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഓരോ വീട്ടിലെയും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ആകെ കിട്ടുന്ന ഈ ഓണറേറിയം ഞങ്ങൾക്ക് കൃത്യമായ സമയത്ത് കിട്ടുക, അതുപോലെ ഇൻസെൻറ്റീവും കൃത്യമായിട്ട് തന്നെ കിട്ടുക. എല്ലാ മാസവും 5-ാം തീയതി ഞങ്ങളുടെ ഓണറേറിയും ഇൻസെൻറ്റീവും അടിച്ചു തരുന്ന രീതിയിൽ ഒരു നിയമം ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇന്നത്തെ ഈ പ്രത്യക്ഷ സമരം നടത്തുന്നത്. രാഷ്ട്രീയമില്ല, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഞങ്ങളെ കാണാനായിട്ട് അധികാരികൾ കണ്ണു തുറക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന ആശാവർക്കർമാരെല്ലാവരും ഇതിനുവേണ്ടി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. സമരത്തിൽ ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മാത്യു കുഴൽനാടൻ MLA രംഗത്തെത്തി. വിഷയം നേരത്തെ സർക്കാരിന് മുന്നിൽ പെടുത്തിയതാണെന്നും ആശാവർക്കർമാരുടെ അവസ്ഥ ഏറ്റവും ദുഃഖകരമാണെന്നും MLA പറഞ്ഞു. അങ്ങേയറ്റം ഖേദകരമായ ദുഃഖകരമായ ഒരവസ്ഥയാണിത്. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ കേട്ടു. കഴിഞ്ഞ 3 മാസമായിട്ട് അവരുടെ ഇൻസെൻറ്റീവോ 2 മാസമായി ഓണറേറിയം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽ അവർ നേരത്തെ പെടുത്തിയിരുന്നു. ഞാൻ സ്വാഭാവികമായിട്ടും സർക്കാരിനെ ക്രിസ്മസ് ഈ ഒരു ആഘോഷ സമയത്തെങ്കിലും അവരുടെ ഓണറേറിയം അവരുടെ പൈസയും കൊടുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നതാണ്. ന്യൂ ഇയർ എന്ന് പറയുന്നത് എല്ലാവരും ആഘോഷിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ആഘോഷത്തിൽ പങ്കാളികളാവുമ്പോൾ തങ്ങൾ അധ്വാനിച്ച് തങ്ങൾ ജോലി ചെയ്ത പണിക്കുള്ള കൂലി വേതനം ലഭിക്കാതെ ആ ആഘോഷങ്ങൾ പങ്കെടുക്കാൻ കഴിയാതെ വരുന്ന വീട്ടിലെ ദുരവസ്ഥ, സങ്കടം, മക്കൾക്ക് കേക്ക് വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല എന്നൊരു ആശ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കും വലിയ സങ്കടം തോന്നി. തീർച്ചയായിട്ടും അങ്ങേയറ്റം ഖേദകരമായ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അവരുടേത്. ചെയ്യുന്ന പൈസയ്ക്ക് തുച്ഛമായ കൂലിയാണ്, വേതനമാണ് അവർക്ക് നൽകുന്നത്. അതെങ്കിലും സമയത്ത് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ള അവരുടെ ആവശ്യം അങ്ങേയറ്റം ന്യായമാണ്. ക്രിസ്മസിന് പോലും സഹായം ലഭിച്ചിരുന്നും സർക്കാർ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ സമരവുമായി മുന്നോട്ടു പോകാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും 24 മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്. MA ഹോളിഡേയ്സ്, യാസ് കോംപ്ലക്സ്, മൂവാറ്റുപുഴ.